ഏഷ്യാനെറ്റിൽ വളരെ പുതുതായി ആരംഭിച്ച ഒരു ഹിറ്റ് പരമ്പരയായി മാറിക്കൊണ്ടിരിക്കുന്ന സീരിയലാണ് ചെമ്പനീർ പൂവ്. തമിഴിൽ ഈ സീരിയൽ ഉണ്ടായിരുന്നുവെങ്കിലും അതിനേക്കാൾ ഇരട്ടി പ്രേക്ഷക സ്വീകാര്യതയോടെയാണ് ഇപ്പോൾ പ്രേക്ഷകർ ഈ സീരിയലിനെ ഏറ്റെടുത്തിരിക്കുന്നത്. സിറകടിക്ക ആസെ എന്ന് പറഞ്ഞുകൊണ്ട് തമിഴ് സീരിയൽ ആയിരുന്ന ഈ സീരിയൽ ഇപ്പോൾ മാറ്റുമ്പോൾ അതിലെ നായികയെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗോമതി പ്രിയ ബാലകുമാരൻ എന്ന നടിയാണ് ചിറകടിക്ക ആസെ എന്ന തമിഴ് സീരിയലിലും ചെമ്പനീർ പൂവിന്റെ ഭാഗമായും എത്തുന്നത്. രേവതി എന്ന കഥാപാത്രത്തിലെത്തുന്ന ഈ താരം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറിക്കഴിഞ്ഞു. ഒരു തമിഴ് നടിയാണ് താരം. ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിലാണ് താരം ജനിച്ചതെന്ന് പറയണം. 1993 ജനിച്ച താരം വലിയ 2 കമ്പനികളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു സീരിയലിലേക്ക് കടന്നു വരുന്നത്. തമിഴ് സീരിയലിലായിരുന്നു താരം ആദ്യമായി അഭിനയിച്ചത്. അതിനുശേഷമാണ് മലയാളത്തിലേക്ക് എത്തിയതും. അതുകൊണ്ട് തന്നെ ഗായിക കൂടിയായ ഗോമതി പ്രിയ ബാലകുമാരനെ ഇപ്പോൾ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനി മലയാളി പ്രേക്ഷകരുടെ താരമായി തന്നെ ഗോമതി മാറുമെന്ന് പറയണം. ഗോമതി പ്രിയ ബാലകുമാരൻ എന്ന പേര് ആദ്യം കേട്ടപ്പോൾ തന്നെ ഒരു തമിഴ്നാടൻ കുട്ടിയാണെന്ന് മനസ്സിലായി എന്നും ഈ കുട്ടിയെ കാണാൻ കാത്തിരിക്കുകയായിരുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു. സാധാരണ കണ്ടുവരുന്ന നായികാ സങ്കല്പത്തിൽ നിന്ന് മാറി കുറച്ചുകൂടി ചിന്തിക്കുന്ന ഒരു പാവം പൂക്കാരി പെൺകുട്ടിയുടെ കഥാപാത്രമാണ് രേവതി ചെയ്യുന്നത്. ഇതിൽ സച്ചിൻ എന്ന കഥാപാത്രമാണ് രേവതിയുടെ കഥാപാത്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന പേരായി എത്തുന്നത്. ഗോമതി പ്രിയ ബാലകുമാരൻ ഒരു ഗായിക കൂടിയാണ്. നിരവധി ഗാനരംഗത്തും ഇതുപോലെ ഗാനാലപിച്ചിട്ടുണ്ട്. അതുപോലെ ഡബ്ബിങ്ങിലും മിടുക്കി തന്നെയാണ്. താരത്തിന്റെ ശബ്ദം താരം തന്നെയാണ് ചെയ്യാറുള്ളത്. എന്നാൽ മലയാളത്തിലെത്തിയപ്പോൾ താരത്തിന്റെ ശബ്ദത്തിന് ഒരു വ്യത്യാസം ഉണ്ടെന്നും പറയുന്നു. തമിഴ് സീരിയൽ കാണുന്ന ആരാധകർ പോലും ഇപ്പോൾ ഗോമതിയുടെ ഈ മലയാള സീരിയൽ കൂടി കാണുന്നുണ്ട്. തമിഴ് ആരാധകരെല്ലാം ഇപ്പോൾ ഗോമതിയുടെ പിന്നാലെ മലയാളത്തിലേക്കും എത്തിയിട്ടുണ്ടെന്ന് പറയാം. മലയാളത്തിൽ അഭിനയം കുറച്ചുകൂടി മികച്ചു നിൽക്കുന്നുവെന്നും മലയാളത്തിലേക്ക് വരുമ്പോൾ ഒരു തനി നാടൻ മലയാളി പെൺകുട്ടിയായാണ് ഗോമതിയെ കാണുന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട്. ഒരു മാറ്റവുമില്ലാതെ തന്നെയാണ് ഗോമതി സീരിയലുകളിൽ നിൽക്കുന്നതെന്നും എങ്ങനെയാണ് ഇങ്ങനെ അഭിനയിക്കാൻ കഴിയുന്നതെന്നും നിരവധി പേർ ചോദിക്കുന്നു. ഇതിനോടകം തന്നെ നിരവധി പേരാണ് ഗോമതിയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാൻ എത്തുന്നത്. 2018 കളേഴ്സ് തമിഴ് ഓവിയ എന്ന സീരിയലിലാണ് അഭിനയിച്ചു തുടങ്ങിയത്. അവിടെ നിന്നുള്ള തുടക്കമാണ് പിന്നീട് താരത്തിന്റെ ജീവിതത്തിലെ എല്ലാ മാറ്റങ്ങൾക്കും കാരണം. കോളേജിൽ നിന്ന് നേരെ പ്ലേസ്മെന്റ് കിട്ടി ബാംഗ്ലൂരിലും ചെന്നൈയിലുമായി കമ്പനികളിൽ മാറി മാറി നല്ല ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഗോമതി. അതിനിടയിലായിരുന്നു ഓവിയ എന്ന തമിഴ് സീരിയലിൽ അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചത്. അത് വിട്ടുകൊടുക്കാതെ താരം നേരെ അങ്ങോട്ടേക്ക് പോവുകയായിരുന്നു. അതിനുശേഷം 2020 വേലൈക്കാരൻ എന്ന സ്റ്റാർ ജിജയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സീരിയലിലും ഗോമതി എത്തി. ഇതോടെ പ്രേക്ഷകർക്ക് സുപരിചിതമായ മുഖമായി മാറാൻ തുടങ്ങി ഗോമതി. പിന്നീട് നിരവധി സീരിയലിൽ പ്രത്യക്ഷപ്പെടാൻ പ്രേക്ഷകർ ആഗ്രഹിച്ചുവെങ്കിലും പിന്നാലെ വന്നത് സിറകടിക്ക മാസെ എന്ന സീരിയലിലാണ്. അതിനുശേഷം ആ സീരിയൽ അവിടെ ഹിറ്റായി മാറുകയും ചെയ്തു. അതിലെ കഥാപാത്രത്തെ പ്രേക്ഷകർ ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെയാണ് ആ സീരിയൽ ഇവിടെ മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്യാനായിട്ട് തീരുമാനിച്ചതും. അങ്ങനെ മലയാളത്തിൽ റീഷൂട്ട് ചെയ്യാൻ ഇപ്പോൾ ഏഷ്യാനെറ്റിൽ ആരംഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ സീരിയൽ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു. പ്രേക്ഷകർക്കൊക്കെ പ്രിയപ്പെട്ടതായി മാറുന്നു. അത്രമേൽ പ്രേക്ഷകർ ഏറ്റെടുത്ത സീരിയലായി മാറിക്കഴിഞ്ഞു. ഒരു റീമേക്ക് സീരിയൽ ആണെങ്കിൽ പോലും പ്രേക്ഷകർക്ക് കഥയറിയാൻ കാതോർത്തിരിക്കുന്ന ഒരു അവസരമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു പാവം പിടിച്ച പൂക്കാരി പെൺകുട്ടിയുടെ കഥാപാത്രത്തിൽ എത്തുന്ന രേവതി ഒരു മികച്ച ജോലിയിൽ നിന്ന് രാജിവെച്ചാണ് സീരിയലിലേക്ക് എത്തിയതെന്ന് അധികമാർക്കും അറിയില്ല. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.